രണ്ടാമത്തെ പീഡനപരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നേരത്തെ തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിയെ അനുവദിച്ചിരുന്നു. അതിനെ ചോദ്യം ചെയ്ത് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. ആ ഹർജി മാറ്റിവച്ചിരിക്കുകയാണ്. ക്രിസ്മസ് അവധിക്ക് ശേഷമാകും ഹർജി പരിഗണിക്കുക. സർക്കാർ ഹർജിയിൽ മറുപടി നൽകാൻ രാഹുൽ കൂടുതൽ സമയം തേടിയതോടെയാണ് ഹർജി മാറ്റിവെച്ചത്. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, രാഹുലിന് വലിയ ആശ്വാസമാണല്ലോ ഇതിപ്പോൾ ക്രിസ്മസ് അവധിക്ക് ശേഷം, അതായത് കുറേ ദിവസങ്ങളുടെ സാവകാശം രാഹുലിന് ലഭിക്കുന്നു ഇന്നത്തെ കോടതിയുടെ തീരുമാനത്തോടെ. സ്വാഭാവികമായ ഒരു നടപടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കാരണം ഇതൊരു ക്രിമിനൽ മിസ്ലേനിയസ് പെറ്റീഷനാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്തു വരുമ്പോൾ രാഹുലിന്റെ വാദം കൂടി കേൾക്കേണ്ടതുണ്ട്. രാഹുലിന് നോട്ടീസ് അയച്ച് ആ നോട്ടീസ് രാഹുൽ സ്വീകരിച്ച് അതിന്റെ മടങ്ങി വന്ന് അതിന്റെ തുടർ നടപടികളൊക്കെ സ്വീകരിക്കേണ്ട കാലതാമസമുണ്ട്. അതുകൊണ്ടാണ് കോടതി ഇത് ക്രിസ്മസ് അവധിക്ക് ശേഷം വച്ചിരിക്കുന്നത്. ക്രിസ്മസ് അവധി എന്ന് പറയുമ്പോൾ ജനുവരി 1-നാണ് അവധിക്ക് ശേഷം ഹൈക്കോടതി തുറക്കുന്നത്. എന്തായാലും ജനുവരി ആദ്യവാരത്തിൽ മാത്രമേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരാൻ സാധ്യതയുള്ളൂ. എന്തായാലും പരിഗണനയ്ക്ക് വന്നാൽ ഉടൻ തന്നെ ഒന്നും അക്കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാകില്ല. എന്തായാലും ഈ അടുത്ത ജനുവരി പകുതി വരെയെങ്കിലും ആ നിയമ നടപടികൾ നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. എന്തായാലും ഒരു മാസത്തെ ഒരു സാവകാശം രാഹുലിന് മുന്നിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതി തന്നെ ആദ്യ ബലാത്സംഗ കേസിൽ രാഹുലിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഹർജി ഉച്ചയോടുകൂടി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഇന്ന് എന്തായാലും അതിലൊരു തീരുമാനം നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് തീരുമാനം വരുന്നില്ല എങ്കിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി നീട്ടിവെക്കാനാണ് സാധ്യത. അതായത് ഈ കേസിലെ അന്തിമ തീർപ്പ് വരുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ഇപ്പോൾ പോലീസ് അവിടെ നിരീക്ഷണമൊക്കെ തന്നെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇന്നൊരു തീരുമാനത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട നിയമപരമായ സാധ്യതകൾ, സാഹചര്യം, അക്കാര്യമാണ് വിശദമായി ബിനിൽ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.